ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ തയ്യാറാക്കുന്നത് ഉലുവാക്കഞ്ഞി എങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാം എന്നാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഉലുവാക്കഞ്ഞി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉലുവ 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. നമ്മൾ രാവിലെ തയ്യാറാക്കുന്നെങ്കിൽ രാത്രി വെള്ളത്തിലിട്ടാൽ മതി. അങ്ങനെ എടുത്തതാണിത്. ഇനി ഇതിലേക്ക് ആവശ്യമായ അരിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ചുമന്ന അരിയുടെ പച്ചരി ഉണ്ടല്ലോ, പായസം വയ്ക്കുന്നത്, അതാണ് എടുത്തിരിക്കുന്നത്. ഞവരയരി ചേർക്കാം, അതുപോലെ സൂചി ഗോതമ്പ് കൊണ്ട് നമുക്ക് ഉലുവാക്കഞ്ഞി തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇനി ഇത് അരി ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് മാറ്റാം. ഉലുവയും വെള്ളം കൂടെ ആദ്യം ഇട്ട് കൊടുക്കാം. കുതിർക്കാനെടുത്ത വെള്ളം തന്നെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത അരി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവാനാവശ്യമായിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. ഇനി ഒരു 3 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി കുക്കർ തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരി വെച്ചും അല്ലെങ്കിൽ ഞുറുക്ക് ഗോതമ്പ്, ഞവരയരി, ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ കഞ്ഞി തയ്യാറാക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം എല്ലാം പറ്റി അപ്പോഴത്തേക്കും കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് കർക്കിടകത്തിൽ തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന രീതിയാണിത്. നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നെയ്യ് കഴിക്കാൻ പറ്റുമില്ലാത്തവർക്ക് നെയ്യും ഉപ്പും ഒക്കെ കുറയ്ക്കാം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ശർക്കര പാനിയാക്കി ഇതിനകത്ത് ചേർത്ത് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 മുറി തേങ്ങ പിഴിഞ്ഞെടുത്തതാണ്. നല്ല തിക്കായിട്ടുള്ള പാലാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം പാലൊഴിച്ച് കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഉലുവാക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉലുവാക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉലുവയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ വളരെയധികം നല്ലതാണ്. ഫൈബർ കണ്ടൻറ്റ് നല്ലവണ്ണം ഉള്ള ഒന്നാണ്. അതുപോലെ തന്നെ ജീരകവും വളരെ ഹെൽത്തി, നല്ല ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ ഉലുവാക്കഞ്ഞി ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം.